Darling, I've been trying to hold you down, though the fear within my heart still lingers round. Darling, I am hoping to see your face every Sunday morning in my embrace. And though the fear within my heart still drives me over the edge, it is you that I want to hold me in bed. And should the sun shine tomorrow, I'll be holding my head, 'cause I'll be hoping for raindrops instead. Fresh roses in my garden need the rain. I've been hoping for clouds, but the sun remains. Fresh roses in my garden need the rain. Heaven sent me your love, but it keeps me chained. Darling, I was searching for the light within. When you came on and placed my world in a spin, I was aching when you came around. Funny how things work, how my world was upside down. And though the fear in my heart still drives me over the edge, it is you that I want to hold me in bed. Should the sun shine tomorrow, I'll be holding my head, 'cause I'll be hoping for raindrops instead. Fresh roses in my garden need the rain. I've been hoping for clouds, but the stars remain. Fresh roses in my garden need the rain. Heaven sent me your love, but it keeps me chained. I'll bide my time, I will wait patiently for the day when the clouds are dark, the skies are red, to feel your love over me. Fresh roses in my garden need the rain. I've been hoping for clouds, but the sun remains. Fresh roses in my garden need the rain. Heaven sent me your love, but it keeps me chained. ആരാധിപ്പാൻ യോഗ്യനും ആശ്രയിപ്പാൻ മതിയാകും ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അനുഗ്രഹീത സമയത്തിനായി സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് ഈ ഭവനത്തിന് നൽകിയിരിക്കുന്ന സന്തോഷത്തിനും കൃപകൾക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഭവനം നിന്റേതാകുന്നു, നീ വസിക്കുന്ന ഭവനമാകുന്നുവല്ലോ. കർത്താവെ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ എല്ലാവർക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ഭവനം നീ വസിക്കുന്ന ഭവനവും നിന്നെ അറിയുന്നതും നിന്നെ സാക്ഷീകരിക്കുന്ന ഭവനമാക്കി തീർക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, ദാനമാ നൽകിയ പൈതങ്ങളെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകാൽ ഇന്ന് വിശുദ്ധ വിവാഹ കൂദാശ വഴി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നിന്റെ മകനെ തിരുസന്നിധിയിൽ തരുന്നു. ഉത്തമവും ശ്രേഷ്ഠമായ കുടുംബജീവിതം നയിപ്പാൻ നിന്റെ മകനെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനായി ഒരുക്കപ്പെടുന്ന മകളെയും തിരുസന്നിധിയിൽ തരുന്നു. ഇരുമക്കളെയും അവരുടെ ജനനം മുതൽ ഇന്ന് വരെയും കാത്ത് പരിപാലിച്ചു, വേണ്ടതായ കൃപകളും അനുഗ്രഹങ്ങളും നൽകി. തുടർന്നോടെ കുടുംബജീവിതത്തിൽ നിന്റെ കൃപകളെ അവിടുന്ന് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ എല്ലാവർക്കുമായി നിന്നെ സ്തുതിക്കുന്നു. കനാവിലെ കല്യാണ വിരുന്നിൽ എഴുന്നള്ളി അവരുടെ കുറവുകൾ തീർത്തു കൊടുത്തവനായ ദൈവമേ, നീങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് പരിഹരിക്കണമേ. സകലത്തിലും നിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ മാനിക്കണമേ. കർത്താവെ, വന്നു ചേരുവാനുള്ള എല്ലാവരും യഥാസമയം എത്തിച്ചേർന്ന് നിന്റെ മകന് വേണ്ടി പ്രാർത്ഥിപ്പാനും അതിന് സന്തോഷത്തിൽ പങ്കുചേരുവാനും തക്കവണ്ണം നിന്റെ മക്കളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുറവുകളെയും ബലഹീനതയും ഓർക്കാതെ നന്മകളും അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ നൽകുന്ന എല്ലാ കൃപകൾക്ക് നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. ഞങ്ങൾ വാങ്ങിപ്പോയനെ അബ്രഹാം ഇപ്പോൾ വസിപ്പിക്കണമേ. രണ്ടാമതവരെങ്കിലും ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം ഇപ്പോഴും നാളും കരയേറ്റുവാനായിട്ട് തന്നെ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, വിനയോദൃഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നിന്റെ ഗർഭഫലമായ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ളതിനോ തൗറിയമേ തമ്പുരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സിനെയും ദൈവം അപേക്ഷിക്കണമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും എല്ലാവരുടെ മേലും ഇന്ന് വിശുദ്ധ വിവാഹ കുദാശ വഴി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മകന്റെ മേലും മകനായി ഒരുക്കപ്പെട്ടിരിക്കുന്ന മകളുടെ മേലും ഇരുഭവനങ്ങളുടെ മേലും കർത്താവേ അവരുടെ കുടുംബജീവിതത്തിന്റെ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. Cold bones, yeah, that's my love. She hides away like a ghost. Ooh, does she know that we bleed the same? Ooh, don't cry, but I'll break that way. നമസ്കരിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും എന്നോട് ഇനി മുഖാതിരുണ്ടാകുവാൻ തക്കവണ്ണം അക്ഷര സന്തോഷങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നെ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയുടെ ദുഃഖങ്ങളുമായി പൊടിയും ദയ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയും ഞങ്ങൾ മനസ്സാക്ഷി ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളെ മണവാളൻ പൂർണ്ണ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം തന്നെ പിടിയുള്ള സർവവിശന്മാരുടെയും കൂട്ടത്തിൽ അക്ഷര സൗഭാഗ്യാവസ്ഥകൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെയും വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ പരിശുദ്ധന്മാരുടെ കടത്തിലും ചേർന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രം ഏറ്റുമാറാകണമേ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്വം പ്രകാരം എന്റെ പാപങ്ങളെ മായിച്ചു കളയണമേ. എന്റെ പാപങ്ങൾ നിന്നെ വെളിപ്പാക്കണമേ. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുൻപിൽ തിന്മകളെ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ അനുഭവിച്ചു. പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടു നിന്നെ ഞാൻ അറിയിച്ചു. നിന്റെ സ്വഭാവങ്ങളുടെ മേൽ കളിക്കണമേ. ഞാൻ വെളിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ച് മതിലേക്കാൻ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായിക്കണമേ. ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികളിൽ നീ നിരപായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ വിശ്വാസികളോട് നന്മ ചെയ്യണമേ. ഊർജ്ജവിന്റെ മകളിൽ പണിയണമേ. അപ്പോൾ ഇരുബലികളും ഹോമബലികളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരയേറും. ദൈവമേ, യോഗ്യമാകുന്നു. മൂലം വാദാമൂലം മീനാമേ. ധന്യൻ വിൺമൺവാസികളെ സന്തോഷിപ്പിച്ചോ.
ഭക്തർ കരുണുക കരുണാബ്ദി മശീഹ സന്തോഷം രക്ഷകനെ വൈദിക തിരുനാമത്തിൽ നൽകിയിടും മോതിരഭൂഷകളെ സദയം വാഴ്ത്തുക തൃക്കയ്യ മോതിരമരുളി തിരുസഭയെ മശീഹ വേട്ടപ്പോൾ പരിപാവന തനുരുതിരങ്ങൾ കൈകൊണ്ടാണവളും മോതിരമതിരാൻ കൊലയെന്നും രക്ഷിതയാ അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ മാർഗമോ ശുഭഹോലബുലബറോവൽ റൂഹോ കാദീശോ മൂലം വാദാമുൽ മൂലം നീനാമി മാനവർ വാനവർ വന്നിച്ച് വാഴ്ത്തി പാടുന്ന തൃത്വരഹസ്യം സംഭോജ്യം താദാൻ നജറുഹ മുറിയോറാഹിമിലു അദാറൈ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഇത് നിങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായ കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമത്യം ഉണ്ടാകുകയും ചെയ്യണമേ. ഓശോ മമകൂല സമാനമേ. നൽകുക നന്മൊഴി മാനസമേ ഹല്ലേലൂയ സേവിക്കും ജ്ഞാനരചനയും നുര ചെയ്യും വർഷിച്ചാൻ കൃപ നിന്നതരത്തിൽ ഹല്ലേലൂയായെന്നും നീക്കും നിന്നെ ദൈവം വാഴ്ത്തി മാറുമോ ശുഭഹോലബുറോവൽ റൂഹോ കാദീശോ മിന്നുവോലം വാദാമുൽ മൂലം മുൾമീനാമീ ഉപമകളാ സ്ലേമോച്ചം നാലേവം ചാരുമുഖി പാലം നീ ശ്ലാഘിക്കും നിൻ പ്രിയനേവൻ എന്നാഥൻ 10,000 തമനാ തൻ പൂങ്കാവാണിസറായി ശുഭ്രൻ യാക്കോബില്ലതയിൽ രക്തം നന്ദി തൈലത്തിൽ മൃദുലൻ ലബനോദ്ഗാരകിരിൽ പാർക്കിലിവൻ ദൈവസമൻ വിസ്തൃതനാമിവനെ നാം വാഴ്ത്തിയിടുന്നു. ായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവീയ അനുഗ്രഹങ്ങളുറമായ ദൈവമായ കർത്താവേ, അങ്ങ് അനുശരമായ ഒടിപ്പുള്ള മോർവോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ ആകാശത്തുകൾക്കും മരണത്തിന് അധീനമാകുന്നു. തന്റെ സൃഷ്ടി അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കി കരുണയോട് സഹായിക്കുകയും അതിന്റെ ശക്തിക്കോണം അങ്ങയിലുള്ള അങ്ങയുടെ വിശ്വാസത്തെ മഹാമനസ്കരം അംഗീകരിക്കുകയും ചെയ്തവൻ അവിടുന്ന് ആവുന്നു. അവിടുത്തെ വിശുദ്ധ സഭയ്ക്ക് നശ്വമാകാത്തത്തിൽ അവിടുത്തെ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസനോട് ദയയോടാനെ നിറയ്ക്കുകയും ചെയ്തു. അങ്ങയുടെ ദൈവീയ ഐശ്വര്യങ്ങൾ കൊണ്ട് വരുവാതിരിക്കുമാറ് അങ്ങ് അതിനെ ഐശ്വര്യപ്പെടുത്തി. മൗത്തത്തിന്റെ വസ്ത്രം അങ്ങ് അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടോ ആത്മാവ് കൊണ്ടോ അതിന് വാഴ്ച നടത്തി. അതിനെ അങ്ങേക്ക് വധവാക്കി തീർക്കുകയും ശത്രുവിന്റെ അലയുടെ ശക്തിയോട് ചവിട്ടുകയും ചെയ്തു. ജയകരമായ അങ്ങയുടെ ശരീരരക്തങ്ങൾ അതിന് മോചനമായിട്ട് വെടിപ്പോടെ അവിടെ നൽകി. അതിനെ അങ്ങ് സന്തോഷിപ്പിച്ചു. അവിടുത്തെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോട് അതിനെ പ്രകാശിപ്പിച്ചു. ദൈവികമായ അങ്ങ് അതിന് നൽകിയ നൽവരത്താൻ അങ്ങയോടുകൂടി വസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീയന്മാർ മൂലം ക്രമമായി അതിന് അവിടുന്ന് പൂർണ്ണ നൽകുകയും ചെയ്തു.
ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാദിച്ചയും ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൊടിയായിരിക്കപ്പെടുകയും ചെയ്യുന്ന നിശ്ചയിച്ചവൻ അവിടുന്ന് ആവുന്നു. ദൈവമായ കർത്താവ്, ഇപ്പോൾ അങ്ങയുടെ ബലഹീന ദാസനായ ഞങ്ങൾ ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ അങ്ങ് സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായ തീരുമാന സംഗതിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, അവിടുത്തെ വിശുദ്ധ സഭയുടെ മോതിരത്തെ അവിടുന്ന് അനുഗ്രഹിച്ചതുപോലെ അങ്ങയുടെ ദൈവ്യാനുഗ്രഹങ്ങളായാലും മോതിരങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടി ഞാൻ സമ്പൂർണ്ണ നറുടനായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, അവരുടെ വിവാഹം സകല മാലിന്യങ്ങൾ നമ്മളെ ചെന്നാതിരിപ്പാൻ കൃപയോടെ അങ്ങ് സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, യുഗത്തിലും പരത്തിലും ഭംഗമായി ഇവരെ അവിടുന്ന് സന്തോഷിപ്പിക്കുമാറാണമേ. നശ്വരമായ മണവറയിലൂടെ ആയുഷ്കാലം മുഴുവനും വിവിധ തലത്തിൽ ഇവരെ അനുഗ്രഹിക്കുകയും ഈറയന്മാരും മാലാകന്മാരും ഇടപെടാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാസനത്തിനായിരിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ അങ്ങ് സ്വതന്ത്രമാക്കിക്കൊള്ളണമേ. ഇവർ അങ്ങയാൽ അനുഗ്രഹിക്കപ്പെടെ അങ്ങയെ വാഴ്ത്തി തിരുമുമ്പാകെ നിന്നോട് ഇടപെടാതെ അങ്ങയുടെ പിതാവിനെ വിശുദ്ധമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാറയ്ക്കുമോ ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. പരിഹാരവും പാപങ്ങൾക്കും മോചനവും രണ്ട് ലോകങ്ങളുടെ നാം എന്നേക്കും പ്രാപിക്കുമാറാകട്ടെ. പതിവൃതയാ പരിപാവന സഭയിൽ വാനോന്മാതൻ വീട്ടൊരു നേരം ശീമോന്യോവെന്നാനെന്നിവരെ ആഹ്വാനം ചെയ്തേൽപ്പിച്ചേവം വീടിൻ ഭരണം ശ്രീമോനി സുവിശേഷം യോഗൻ സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ മാർഗമോ എന്നോലം വാദമുള്ളോലം സഭയെ ഭയമെന്ന് ഉള്ളിൽ പേശും അപരതനി മോഹിക്കാത്തതിന നിന്നെ ഞാനും കൈവെളിയില്ല ലോക ഇന്നവസാനത്തിൽ പാരും വാഴുവഴിഞ്ഞ വാഴും നീയാത്തന്നെ മെജവിമലാത്മാവി ഗേഹം വാർത്താ നിന്ത്രോണോ സാ മുറിയോറഹി മെലിനുവനാരൈ ആർക്കുമോ വർണ്ണിഷ്ടയും വെറുപ്പുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹം നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാനായുള്ളവർ തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന് മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ദാസന് സുഹൃത നടപടികളാകുന്ന ബന്ധുരപരിമളം വീശുവാൻ നീ വരെ യോഗ്യതയുള്ളവരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഫലമല്ലാത്ത ഐക്യവും ഇവരിലുണ്ടാകുമാറാകണം. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മല സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും പിതാവിനും പരിശുദ്ധവും സ്തുതിയും സ്വാതവും കരയേറ്റുന്നു. ഓശോ വധുക്കുൽ സുബ ലവുൽ ആമീൻ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള മോചനത്തോടു കൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങൾ നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലങ്കൈ ആയുഷ്കാലം മുഴുവനും നിന്നോട് കൂടെ ഉണ്ടായതിനെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലതുകൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലേഖന്മാരിൽ നിന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള മോചനം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടി പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്വലികരേറ്റ് ചെയ്യുമാറാകട്ടെ. പാർക്കുമോ ഓശോ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്നെ മെസ്സിയ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാദിച്ച് കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിൻ്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറെ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും നല്ല പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ സുവിശാല പുഷ്പങ്ങളെക്കാൾ സരിഭമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. ഭാവനമായ വിവാദത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാവട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയെ അവിടുന്ന് കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അത് തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയസ്നേഹിയാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായി മാറണമേ. ഞങ്ങൾ എല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. മറിക്കുമോ സഭയാം തിരുസഭയാം ഞാൻ അത്യുന്നതനുടെ മാനവാട്ടി പാവന സഭ നേടും
ഞാൻ ധന്യ വന്ദിക്കുന്നേ നന്നെ വിട്ടൊരു മണവാളൻ തന്നെ എന്നെ മാമോദീസായ ആത്മീയായുധമാണീച്ച വിരലിന്മേൽ രക്തം മോതിരമായി പേർക്കേകി സിപ്പായ ഞാൻ വേട്ടോളാം സുമുഖി സ്വാഗതമോതുന്നേ താതനികേരം ഞാൻ പോകി വിട്ടിടാം ഞാൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടെ അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ വിവാഹ കുദാശയുടെ ഒന്നാമത്തെ ഭാഗമായ മോതിരം വാഴുവിൻ്റെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും അല്പസമയം അവിടെ ഇരിക്കാം. ബഹുമാനപ്പെട്ട എബിയച്ചൻ ഇപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കൾക്ക് ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് 5 മിനിറ്റ് സമയം നമ്മോട് സംസാരിക്കും. ത്രിയേക ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇത്രയും ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, അതിശ്രേഷ്ഠമായ ഒരു കുദാശയിലേക്കാണ് നാം ഏവരും ഇന്ന് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ദൈവിക കൃപയിൽ ആർജിച്ചുകൊണ്ട് പരസ്പരം ദൈവസന്നിധിയിൽ ഒന്നായിത്തീരുന്ന ശ്രേഷ്ഠമായ അനുഭവത്തിനാണ് സാക്ഷികളായി നമ്മളൊക്കെയും ഈ ദേവാലയത്തിലായിരിക്കുന്നത്. ഇരു കുടുംബങ്ങളിലായിരുന്ന ഇരുവരും ഒരു പുതിയ കുടുംബമായി ജീവിതത്തിന്റെ ഒരു തുടക്കം ഇവിടെ ആരംഭിക്കുകയാണ്. അതിനാവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും ദൈവികമായ നന്മകളും ആർജിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനാപൂർവം ഏവരും ആയിരിക്കണമെന്ന് മുന്നമേ ഓർമ്മിപ്പിക്കുകയാണ്. ഏദനിൽ ആദമും ഹവ്വായും ദൈവികമായ സാന്നിധ്യത്തിൽ പരസ്പരം തുണയായി ചേർക്കപ്പെട്ടതുപോലെ ഇരുവരും പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ ദൈവിക സാന്നിധ്യം നിറയുന്ന ഈ കൂദാശയിലൂടെ പരസ്പരം തുണയായി പരിശുദ്ധ സഭയിൽ പരമേൽപ്പിക്കുകയാണ്. ഈ തുടക്കത്തിൽ ഈ ജീവിതയാത്രയിൽ നിങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ എപ്പോഴും നിങ്ങളെ ഭരിക്കേണ്ട, നിങ്ങളുടെ മനസ്സിനെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം, ദൈവിക സാന്നിധ്യത്തിലാണ് നിങ്ങൾ ഇരുവരും ഒന്നായിത്തീരുന്നു എന്ന ബോധ്യം എന്നും ജീവിതത്തിൽ ഉണ്ടാകണം. ആദമും ഹവ്വയും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അവർ ഒന്നായി തീർന്നുവെങ്കിലും അവരുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഒക്കെ കടന്നു വന്നപ്പോൾ അതിലേക്ക് തരണം ചെയ്യുവാൻ തക്കവണ്ണമുള്ള പ്രാർത്ഥന അനുഗ്രഹങ്ങൾ ഈ ദേവാലയത്തിൽ നിന്ന് നിങ്ങൾ ഇന്ന് ആർജിക്കണം. ദൈവിക സാന്നിധ്യം ഇന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഉടനീളം നിങ്ങളെ ഭരിക്കുവാൻ തക്കവണ്ണമുള്ള വിധേയത്വവും വിശ്വസ്തതയും സ്നേഹവും നിങ്ങൾ പരസ്പരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പിതാക്കന്മാരൊക്കെയും പഠിപ്പിക്കുന്നത്, മാലാഖമാരാൽ വിശുദ്ധന്മാരുടെ സാന്നിധ്യത്തിൽ പുരോഹിതന്മാരുടെ അനുഗ്രഹത്താൽ വിശുദ്ധ സഭയിൽ വിവാഹ കുദാശ നടത്തപ്പെടുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ അത്രമാത്രം ശ്രേഷ്ഠമായ കുദാശയിലേക്കാണ് നമ്മളൊക്കെയും കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ പാട്ടുകൾ പാടുന്നു, പ്രാർത്ഥനകൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊക്കെ വളരെ സുപരിചിതമായ, ഒരുപക്ഷെ നമുക്കൊക്കെ കാണാതറിയുന്ന പാട്ടുകളാണ് ഇതൊക്കെ. പക്ഷെ ഇതിന്റെ അർത്ഥതലങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ ഭൗതികമായി ഇരുവരും ഇന്ന് ഒത്തിരി അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ഇവരിന്ന് അണിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഉപരിയായി പ്രാർത്ഥനകളിലൊക്കെ നാം ചൊല്ലുന്നത് പോലെ ദൈവികമായ കൃപകളും അനുഗ്രഹങ്ങളും നന്മകളും കൊണ്ട് ഇവരെ അലങ്കരിക്കണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഈ ജീവിതയാത്രയിൽ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖവും സന്തോഷവും ഒക്കെ കടന്നു വന്നേക്കാം. അതിരുവരും ചേർന്ന് മുന്നോട്ട് ജീവിക്കുവാൻ തക്കവണ്ണമുള്ള കൃപയും
ബലവും ശക്തിയും കുനാശയിലൂടെ പകർന്നു കിട്ടുവാൻ നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട കടമയുണ്ട്. എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ ജെയിംസ് ചാന്റെ കുടുംബം ഈ ഇടവകയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ്. ഇടവകയുടെ ട്രസ്റ്റിയായിട്ട് ദീർഘനാളായി ശുശ്രൂഷിക്കുന്നു. ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രേഷ്ഠമായി, പ്രത്യേകിച്ച് ആ കുടുംബം മുഴുവനും ശുശ്രൂഷിക്കുന്ന കാര്യം നമുക്കൊക്കെയും അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം വൈദികർ ആ കുടുംബത്തോടുള്ള താല്പര്യത്തിൽ ഈ ദേവാലയത്തിലേക്ക് ഇവരെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്നത്. കടന്നു വന്ന എല്ലാ വൈദികരുടെയും എല്ലാ വിശ്വാസികളുടെയും പ്രാർത്ഥനകളും ആശംസകളും പ്രത്യേകിച്ച് ഇരുവർക്കും നൽകുന്നു. ദൈവിക സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ഉപരിയായി ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ കൂദാശയിലുടനീളം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ ചൊരിയണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം ഒരു അവസരം തന്ന ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബീച്ചിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. എല്ലാവർക്കും എഴുന്നേൽക്കാം. ശുശ്രൂഷയുടെ രണ്ടാമത്തെ ഭാഗമായ കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. സഭയുടെ വിശുദ്ധമായ കൂദാശയിൽ കിരീടമണിയിക്കുക എന്നുള്ളത് ശ്രേഷ്ഠമായ ഒന്നാണ്. ഒരു കുടുംബത്തിലെ രാജാവും രാജ്ഞിയുമായി ഈ രണ്ട് മക്കളെയും ആക്കി വയ്ക്കുകയാണ്. കടമകളും ഉത്തരവാദിത്വങ്ങളും ആരോടൊക്കെയാണോ ഉള്ളത് അവയെല്ലാം പൂർത്തീകരിക്കുവാൻ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, ബന്ധുമിത്രാദികളോട്, പ്രകൃതിയോട്, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാവരോടുമുള്ള പ്രതിബദ്ധത ഏറ്റെടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷ. രണ്ടിടങ്ങളിൽ നിന്ന് ഒന്നായി തീരുന്ന ഈ ശ്രേഷ്ഠമായ അനുഭവം മക്കൾക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും എല്ലാ വൈദികരുടെയും പേരിൽ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ ശുശ്രൂഷ ആരംഭിക്കും. രണ്ട് ലോകങ്ങളിലും എന്നും ചെയ്യപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, അനുശാകൃതനും അറിവില്ലാതെ മണവരയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. അവരെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിലൂടെ കൃത്യമായ സന്തോഷം ഞങ്ങളെ ക്ഷണിക്കണമേ. ഒരു കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നതിന് പിതാവിനും പരിസ്ഥിതിക്കും സ്തുതിയത്തോതിനും കരയേറ്റുമാറാകണമേ. ഓശോ
അതിപ്പോഴും എപ്പോഴും എന്നേക്കും. സുതനും പാവനറോഹായിക്കോ സേനകളും ഭയന്ന് പറിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുക നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്താൽ നീ ഉദാസീനതനും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠ അധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവത്തിന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീക നൽവരങ്ങളിൽ തൽപര്യം ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരവുമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവരുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഹോശോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സോനു നിർബന്ധിശലോമോൻ വിമലസഭേ നിന്നെ ലാളിപ്പൂ. നിന്നതരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം. നീ സാൽപ്പു സുവസവം
കംസമുഖി നീ തരേണ്ടാത്തു ശ്രീമായി വന്നിപ്പതിന രാജാവാം മസിഹ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ വാഴ്ത്തുന്നു നിന്നമൂലം വാദാകുൽ മൂലം നീനാമിൻ പുനരീരം പരമോന്നതനാം ദൈവത്തെ വാഴ്ത്തും നീവൻ പറവയോടൊപ്പം താൻ സർവസംഗീതത്തിൽ ദാവീദിന്റെ കിന്നരവും പേറി അവളേറെയേറോ ഒപ്പം പാടുന്നു 150 വണ്ടികളിലും തമ്പുരുവാദ്യത്താൽ അവളുടെ ഓനെ വാഴ്ത്തിയിടുന്നു ലരങ്ങളിലെന്നും ഹല്ലേലൂയ കൃപ വർഷിച്ചിടാം മുറിയോണഹിമെനുവനാറേ നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്താൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവും ആകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹയ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുന്നതിനു വേണ്ടി തന്നെ താൻ സമർപ്പിക്കുകയും ചെയ്യുന്നത് പോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഭർത്താക്കന്മാരെ മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ താൻ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിൽ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്ണയുള്ളതാക്കി ഇത് അവളെ കരയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കേണ്ടതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താനാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദോഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാകാൻ ഇക്കാര്യത്തിൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹയെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്നെ പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായ് ബാർക്കുമോ. ശക്തി
മൂർന്ന അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ചെയ്യെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധയെങ്കിലുമല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. അവിടുത്തെ ആത്മാവിനോട് കൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. Evangelion kadishon moran Yesu Meshiho goroso magionizo menadai shliho magarsono magrasahai furgono lolmo. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്റെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Zunahokil dam dobrono sed voran valohan vorukodilan Yesu Meshiho mel sadhaya lohodas basa mensildo gadishto Maria Hulindin hokano യേശുതമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ടു യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ യേശുതമ്പുരാനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാരടുത്ത് ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരു ദിനം തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശുതമ്പുരാൻ അവരോട് ഉത്തരമായി പറഞ്ഞു, ആദിയിൽ സ്രഷ്ടാവാനും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ യേശുതമ്പുരാനോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശുതമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ സ്വീകരിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ സ്വീകരിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ യേശുതമ്പുരാനോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ അവരോട്, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യനാൽ ഷണ്ണന്മാരാക്കപ്പെടുന്നവരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ച് അരുളി ചെയ്തു. ഷൈനോ ലക്കുൽഖൂ പരിശുദ്ധരുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. മണവാളനെയാ
soya hinoges lehazino yo eklilu kohano soye rishe വാനീന്നുടയോൻ കയ്യാ മുടിസാഘോഷമിറങ്ങുന്നു മണവാളനയാചാര്യൻ അണിക്കും മകുടം രമ്യം കർത്താവിനെ നീതിയും കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യണ്ടേ. മുടിസാഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ അണിക്കും മകുടം രമ്യം മഹിതാചാര്യൻ മകുടം പാരം രുചിരം മണവാളന്തൻ മകുടം തിരുമുൾമുടിയോട് സദൃശം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോട് സദൃശം നീതിയും കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ ഇടയാകുകയും ചെയ്യട്ടെ. ഹോശോ വബുകുൽ സുബ്ഹാനല്ലാഹി.
സുഖചിഹ്നം താൻ സ്ലീബ വിജയക്കൊടി താൻ സ്ലീബ നമ്മെ രക്ഷിച്ചിടും സ്ലീബായി പുകഴും വിനയമാനം പരിഭക്തി എൻ പ്രിയതന്നുടെ മൂടുപടം ഹൃദയാ മൂടണമതുപോൽ മണവാട്ടി. മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ യഥാർത്ഥവാദിന്റെ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹ അതിന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകൈ വന്ന് നിങ്ങളിൽ ആവസിച്ച എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന അകൽക്കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസെഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമിയിൽ പാതിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതു ഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം. ഹോശോ വബ്കുല സുബ്ഹാന
വാരി തുറന്നേ. പ്രാർത്ഥന കേട്ടിട്ട മക്കളിലെന്നുണ്ടാകേണം. ദൈവാത്മജനെ ദമ്പതികളെ തലയിൽ ചൂടും മകുടങ്ങളെ വനമുതരത്ത വാട്ടിടേണം. നാമം ചൊല്ലി ദമ്പതികൾക്ക് വരവേണം. തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം. ധന്യതയാമോ പരിശുദ്ധന്മാർ തൻ പ്രാർത്ഥനയാ. വാഴ്ത്തണമേ ഈ ജനനിവരത്തെ എന്നേക്കും. നിൻ സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ. എൻ കർത്താവേ, ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം. സർവ്വം കേട്ടിട്ട് അഭ്യർത്ഥനയെ കൈക്കൊള്ളുവോനേ. പ്രാർത്ഥന കേട്ടിട്ട് ആത്മാക്കളിൽ കൃപ ചെയ്യണം. വാത്സല്യ സഹോദരങ്ങളെ, നമ്മെല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരെല്ലാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനികളായ പൂർവികന്മാർ നമ്മെ പരിമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള എവങ്കലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുൻപാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കും. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവ ജനനിയുമായ പരിശുദ്ധ മർത്തമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിഹായുടെ വലങ്കൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ആമേൻ. മാർക്കുമോർ, വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾ എല്ലാവർക്കുമായിട്ടാണോ എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഭാര്യ സ്വന്തം ആടുകളെ വെടിഞ്ഞ ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിന്റെ അടുത്തിൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ആത്മാവിനോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. വിദ്യവും തിന്മപ്പെടും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമേൻ. സമാധാനം. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ
സത്യേകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സംബന്ധമുള്ളവനും സകലവുത്താൻ മഹാനന്മാർ നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിളിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിറപ്പെട്ട് പിതാവിനോട് പുത്രനോട് കൂടെ വധിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ വിശ്വസിക്കുന്ന ഏകറൂഹായിലും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. പാർക്കുമോ രാജമകൾ നിൻവരമായി രാജഭാമിനിയും ഭാജനമേ സ്മരണം സുതനും പാവന റോഹായിക്കോ ഉയരും നോയാറിൽ സുഖമരിമണതൂക്കും മുറിയോറാഹി മാതാവേ ഞങ്ങൾക്കാരും ഗർഭനയിൽ ഞങ്ങളിൽ ആദ്രത തോന്നിയിടാം ഏകാന്തജനോട് പോലെ തളർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബനോൻ കാരകിൽ പോൽ വൃദ്ധതയിലും അവർ തകളിട്ട് കഴിച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് ദൃഷ്ടി പുഷ്ടികളും പാർക്കുമോ മനോലം വാദാമുൽ പോലും ും നിന്നോർമ്മ ഉദരണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനേ ചോർക്ക സൗമൻ കാലസ്കുരേലായി സമയമീതല്ലോ ഓർഗി വറുകി സഹദാ പതിവിൻപടി നിൻ കോട്ട തലയായി പ്രാർത്ഥിക്കാം ഇന്നമിടും നിൻ പാട്ട് ശ്രദ്ധിച്ചിടും നിൻ ആളുകളെ കൈവാഴ്ത്തേണം പാടുമോ വരിച്ചൊരു നാദനും മാഗ്രിഗോറിയോ നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മൂടി ചൂടിയിടുന്ന ലോകാമങ്ങിൻ നിൻ പ്രാർത്ഥന കൃപയേറ്റേ ഞങ്ങൾക്കെന്നും മുറിയോറാകി മേലോ കൊണ്ടാടും സഭയിൽ ബലവരതം നിന്നാതെത്തി ശമവും ശാന്തിയും അമരട്ടെ. ഓർക്കുമോ
ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ വിവാഹകുദാശയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായി നിങ്ങളെ വാങ്ങിപ്പോയവരെയും യെരൂശലേമിന് അവകാശികളാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കട്ടെ. രണ്ടുപേർക്കുമായി നൽകപ്പെടുന്നു. ഈ വചനം അവരുടെ കാതുകൾക്ക് പ്രകാശവും ദീപമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. I've been going through the motions, learning how to pretend that everything is perfect. And I've been sinking in an ocean, drowning but I'm silent, yet everyone thinks I'm afloat. I'm running through mazes, maybe it's just a phase, but regardless, I'm flipping the pages. I'm going through changes, but I swear I'm the same. Could you show me some patience along the way? Going through changes, but I swear I'm the same. Could you show me some mercy if I start to stray? I've been chasing after feelings, most of which are fleeting. I still feel empty, and I've been trying hard to fit in, but how come I'm so different from everyone I see? I'm running through mazes, maybe it's just a phase, but regardless, I'm flipping the pages. I'm going through changes, but I swear I'm the same. Could you show me some patience along the way? Going through changes, but I swear I'm the same. Could you show me some mercy if I start to stray? Trying to fight the seasons, trying to find my meaning. Maybe there's a reason why I'm going through these changes. What if I told you that I love you? Would you tell me that you love me back? What if I told you that I miss you? Would you tell me that you miss me back? What if I told you that I need you? Would you tell me that you need me? Yeah. If I tell you all my feelings, would you believe me? Yeah. What if I told you that I love you? Yeah. What if I told you that I love you? Yeah. What if I told you that I need you? Would you tell me that you need me too? But if I told you that I love you? Hey, when you told me that you love me, was I
I fool to believe in you? When you told me I was special, was I dumb for trusting you? When you told me that you want me, did you really want me? Or was this all a joke to you? I don't wanna say I miss you if I don't know that you miss me back. I don't wanna say the wrong thing. If I do, there's no coming back. What if I told you that I need you? Would you tell me that you need me? Yeah. If I tell you all my feelings, would you believe me? Yeah. What if I told you that I love you? Yeah. What if I told you that I love you? I wish I told you that I loved you. Now it's too late, you have someone new. I hope he loves you like I do. Do you love the way he's treating you? What if I told you that I love you? Would you tell me that you love me back? If I told you that I miss you, would you tell me that you miss me back? What if I told you that I need you? Would you tell me that you need me? Yeah. If I tell you all my feelings, would you believe me? Yeah. What if I told you that I love you? Yeah. What if I told you that I love you? Yeah. What if I told you that I need you? Would you tell me that you need me too? What if I told you that I love you? What if I told you that I